Hi all, welcome to Reliant Institute of Technology. This is Jijit George. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? എങ്ങനെ കോളം പ്ലേസ് ചെയ്യാമെന്ന്, പ്രൊജക്റ്റ് ഡിസൈൻ ഡ്രോയിങ് അനുസരിച്ച് എങ്ങനെ നമ്മൾ കോളം പ്ലേസ് ചെയ്യാമെന്നതിനെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെല്ലാം മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് സെഷൻ വരുന്നത് ഇനി ബീം പ്ലേസ് ചെയ്യണം. നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ മെമ്പർ പ്ലേസ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് കണക്ഷൻസിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ബീം പ്ലേസ് ചെയ്യണം. ഇനി ഈ പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ്സിന് എങ്ങനെ ബീം പ്ലേസ് ചെയ്യുന്ന ആ കൂട്ടത്തിൽ ടൂൾസ് കവർ ചെയ്ത് വന്നു. ടൂൾ സെഷൻ എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ പ്രൊജക്റ്റിലൂടെ നമ്മൾ ടൂൾ പഠിച്ചു പോവുക. അതാണ് ഇവിടുത്തെ ട്രെയിനിങ് മെത്തേഡ്. അപ്പോൾ നമുക്കിനി കോളം പ്ലേസ് ചെയ്ത് നെക്സ്റ്റ് ലെവൽ സെക്ഷൻ ബി. സെക്ഷൻ ബി എന്ന് പറയുന്നത് ഡിസൈൻ ഡ്രോയിങ്ങിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സെക്ഷൻ ബി. ഈ ലെവൽ 10.625 പ്ലാനാണ്. അപ്പോൾ നമുക്കിവിടെ ബീം പ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ സെക്ഷൻ ബി എടുത്തു, സൂം ചെയ്ത് വെച്ചു. ഇതാണ് പ്ലാൻ. നമുക്ക് കോളം നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്തു? ഒരൊറ്റ ക്ലിക്കിന് കോളം ജനറേറ്റ് ആയി വന്നു. പക്ഷേ ബീം അങ്ങനെയല്ല. നമ്മൾ 2 പോയിൻറ്റ്സ് കൊടുക്കണം. ബീം എന്ന് പറഞ്ഞാൽ അയക്കുന്നിടത്ത് 2 പോയിൻറ്റ് കൊടുക്കണം. സ്റ്റാർട്ട് പോയിൻറ്റും എൻഡ് പോയിൻറ്റും, എന്നാലേ ബീം വരത്തുള്ളൂ. പക്ഷേ ബീം പ്ലേസ് ചെയ്യുന്നതിന് 2 റൂൾസ് ഉണ്ട്. ഒന്ന്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കിടക്കുന്ന ബീംസ് ലെഫ്റ്റ് ടു റൈറ്റും വെർട്ടിക്കൽ ഡയറക്ഷനിൽ കിടക്കുന്ന ബീംസ് ബോട്ടം ടു ടോപ്പും വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ബീംസ് ലെഫ്റ്റ് ടു റൈറ്റ്, വെർട്ടിക്കൽ ബീംസ് ബോട്ടം ടു ടോപ്പ്. അത് ഹൊറിസോണ്ടൽ ബീംസിൽ യെല്ലോ ലെഫ്റ്റിലും മജന്ത റൈറ്റിലും, വെർട്ടിക്കൽ ബീംസിൽ യെല്ലോ ബോട്ടത്തിലും മജന്ത ടോപ്പിലും വരണം. അതേപോലെ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ഈ ഡിസൈൻ ഡ്രോയിങ്ങിൽ കണ്ടില്ലേ, കോളത്തിൻ്റെ ഫ്ലാഞ്ച് ഇവിടെ ഫ്ലാഞ്ചിലാണ് കാണിച്ചേക്കുന്നത്. ഫ്ലാഞ്ച് ടു ഫ്ലാഞ്ചാണ് കാണിച്ചേക്കുന്നത്. ആക്ച്വൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ ടെക്ലയിൽ മെമ്പർ പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ വർക്കിംഗ് പോയിൻറ്റ് മീറ്റ് ചെയ്തിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു കോളം പ്ലേസ് ചെയ്യുമ്പോൾ 2 ഡയറക്ഷനിൽ വർക്കിംഗ് പോയിൻറ്റ് നോക്കുന്നു, ടോപ്പിൽ നിന്നും സൈഡിൽ നിന്നും. അപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കോളത്തിൻ്റെ വർക്കിംഗ് പോയിൻറ്റ് മിഡിലായിരുന്നു അല്ലേ? അപ്പോൾ ബീമിൻ്റെ വർക്കിംഗ് പോയിൻറ്റും ആ മിഡിലിൽ വന്ന് മീറ്റ് ചെയ്തിരിക്കണം. കാരണം അങ്ങനെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ കോളത്തിനകത്തോട്ടേക്ക് ബീം കയറിയിരിക്കും. പക്ഷേ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്ത് വന്നോളും. നമുക്ക് ആ വർക്കിംഗ് പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അങ്ങനത്തെ ഡയമെൻഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. വർക്കിംഗ് പോയിൻറ്റിലുള്ള ചിലപ്പോൾ ചില ഡ്രോയിങ് അസംബ്ലി ഡ്രോയിങ്സ് സെറ്റ് ചെയ്യുമ്പോൾ ആ വർക്കിംഗ് പോയിൻറ്റിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പോൾ വർക്കിംഗ് പോയിൻറ്റ് നമ്മൾ ഇവിടെ തൊട്ട്, അതായത് കോളത്തിൻ്റെ വെബ് ടു വെബ് സെൻറ്റർ വർക്കിംഗ് പോയിൻറ്റ് പ്ലേസ് ചെയ്യണം. ഇനി നമുക്ക് പൊസിഷൻ നമ്മൾ കോളത്തിന് നമ്മൾ പറഞ്ഞായിരുന്നു, ടോപ്പിൽ നിന്നും സൈഡിൽ നിന്നും നോക്കുമ്പോൾ വർക്കിംഗ് പോയിൻ്റ് ലൈൻ കോളത്തിൻ്റെ മിഡിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെക്ലയിലും നമ്മൾ അതേപോലെ, ഇപ്പോൾ ഇവിടെ ടെക്ലയിലും നമ്മൾ അതേപോലെ കൺട്രോൾ P വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ടോപ്പിൽ നിന്നും എല്ലാം രണ്ടും മിഡിലാണ് പ്ലേസ് ചെയ്തത്. ഇനി ബീമിന് നോക്കുമ്പോൾ ഇതാണ് നമ്മളുടെ ലെവൽ വരുന്നത്, ഗ്രിഡ് ലൈൻസ്. അപ്പോൾ ഇവിടെയാണ് ബീമിൻ്റെ സെൻറ്റർ ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ മിഡിൽ തന്നെ വേണം വർക്കിംഗ് പോയിൻ്റ് ലൈൻ വരേണ്ടത്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇതാണ് സൈഡ് വ്യൂ. ഈ 2000 നിൽക്കുന്നതാണ് ലെവൽ. ആ ലെവൽ എവിടെയാണ് നിൽക്കുന്നത്? ബീമിൻ്റെ ടോപ്പിലാണ് മുട്ടിയിരിക്കുന്നത്. അപ്പോൾ ബീമിൻ്റെ മിഡിലല്ല വരേണ്ടത്, ടോപ്പാണ്. എപ്പോഴും ഫ്ലോർ ലെവലിൽ ബീമിൻ്റെ ടോപ്പിൽ നിൽക്കുള്ളൂ. ഈ ഫ്ലോറിൽ നിന്ന് ബീം മേലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കത്തില്ലേ, ഫ്ലോറിലോട്ട്. അപ്പോൾ ബീമിൻ്റെ ടോപ്പ് വേണം, മിഡിലാവരുത്. മൂന്നാമത്തെ ഓപ്ഷൻ മിഡിൽ വരരുത്. നമുക്ക് എന്തായാലും പ്ലേസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടെക്ലയിൽ 10.3D വ്യൂ 3D പോലെ തന്നെ ഇരിക്കട്ടെ. കൺട്രോൾ I ഞെക്കിയിട്ട് 10.625 പ്ലാൻ ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ മെമ്പർ പ്ലേസ്മെൻറ്റ്, ഏത് വ്യൂവിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും മെമ്പർ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ വർക്ക് പ്ലെയിൻ സെറ്റ് ചെയ്യണം. അതായത് ഈ XY കാണുന്നുണ്ടോ, ഈ XY നമ്മൾ വർക്ക് ചെയ്യുന്ന വ്യൂവിന് പാരലായിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പം ഈ XY ഇവിടെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 3Dയിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് 0യിലാണ് കിടക്കുന്നത്. നമ്മൾ എന്ത് പറ്റുന്ന വെച്ചാൽ ചില സിറ്റുവേഷനിൽ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ മെമ്പർ പ്ലേസ്മെൻറ്റ് ചെയ്യും. ഇവിടെ 10 പോയിൻറ്റിൽ പോയിട്ട് ബീം പ്ലേസ് ചെയ്യും. 3Dയിൽ വന്ന് നോക്കുമ്പോൾ അത് 0യിൽ വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് അതൊരു കണ്ടീഷനാണ്. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ എപ്പോഴും വർക്ക് പ്ലെയിൻ സെറ്റ് ചെയ്ത് പോകുന്നത്. അത് നമ്മൾ പ്ലേസ് യൂസ്ഡ് ആയിക്കോളും കേട്ടോ. വേറൊരു കണ്ടീഷനുണ്ട്, വേറൊരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ വർക്ക് പ്ലെയിൻ സെറ്റ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഇനി ബ്രേസിങ്സ് ഒക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി നമുക്ക് അപ്പോൾ 10.625 പ്ലാൻ എടുത്തു. വർക്ക് പ്ലെയിൻ സെറ്റ് ചെയ്യാൻ പോവാം. വ്യൂവിൽ പോവാം, വർക്ക് പ്ലെയിൻ എടുക്കാം, ലാസ്റ്റ് എത്താം പാരലൽ ടു വ്യൂ പ്ലെയിൻ. എന്നിട്ട് ഇവിടെ ബോട്ടം ലെഫ്റ്റിൽ എപ്പോഴും നോക്കണമെന്ന് പറഞ്ഞു, പിക്ക് വ്യൂവിൽ എവിടെയെങ്കിലും പോയി ക്ലിക്ക് ചെയ്തു. ഇവിടെ മാറി നിൽക്കുന്നുണ്ടോ? ഇനി ഞാൻ 3Dയിൽ അത് കാണിച്ചു തരാം. 3Dയിൽ നോക്കിയാൽ 0യിൽ നിന്നും വർക്കിംഗ് പോയിൻറ്റ് നേരെ 10 പോയിൻ്റ് എന്ന് പറഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതുണ്ടോ, 10 പോയിൻറ്റ് ആ ലെവലിൽ വന്ന് വർക്ക് പ്ലെയിൻ വന്ന് സെറ്റായി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബീം പ്ലേസ് ചെയ്യാനായിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ബീംസ് ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ സ്റ്റീലിൽ പോയി ബീം എന്ന് പറഞ്ഞ ഐക്കൺ എടുത്തു. ഇപ്പോൾ നെയിം എന്തായാലും നമുക്ക് ബീം എന്നായി. പ്രൊഫൈൽ ഇനി മാറ്റി കൊടുക്കുക. കാരണം വൺസ് കോളത്തിൽ നമ്മൾ പറഞ്ഞു ഇവിടെ എല്ലാത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് UB 127/76/13.
അപ്പോൾ ഇതാണ് പ്രൊഫൈൽ. അപ്പോൾ ഈ 4 ബീമിലും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹൊറിസോണ്ടൽ ബീംസ് ലെഫ്റ്റ് ടു റൈറ്റ്. പിന്നെ അതേപോലെ മെറ്റീരിയൽ നമുക്ക് S275 ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ് കളർ മാറിയിട്ടുണ്ട്. പാർട്ട് പ്രിഫിക്സ് M തന്നെ, അസംബ്ലി പ്രിഫിക്സ് കോളത്തിന് C ആയിരുന്നു, ബീമിന് B ആയി. പിന്നെ നമ്പർ എല്ലാം 1. ഇവിടെ പ്രൊഫൈൽ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇവിടെ പോയി UB 127/76/13 ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടൽ ബീംസ് ലെഫ്റ്റ് ടു റൈറ്റ്, കൺട്രോൾ 1-ലോ 2-ലോട്ട് വേണം ഓക്കെ. ഞാൻ എന്നാലും 1-ലിടുക. എല്ലാ 3D ഒഴിച്ച് ബാക്കി എല്ലാ വ്യൂസും കൺട്രോൾ 1. വെർട്ടിക്കൽ ബീംസ്, ഹൊറിസോണ്ടൽ ബീംസ് ലെഫ്റ്റ് ടു റൈറ്റ്, വെർട്ടിക്കൽ ബീംസ് ബോട്ടം ടു ടോപ്പ്, വെർട്ടിക്കൽ ബീംസ് ബോട്ടം ടു ടോപ്പ്, ഹൊറിസോണ്ടൽ ബീം ലെഫ്റ്റ് ടു റൈറ്റ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ഇതുണ്ടോ, യെല്ലോ ലെഫ്റ്റിലും മജന്ത റൈറ്റിലും ഹൊറിസോണ്ടൽ ബീമിൽ, വെർട്ടിക്കൽ ബീംസിൽ യെല്ലോ ബോട്ടത്തിലും മജന്ത ടോപ്പിലും, അങ്ങനെ വേണം വരാനായിട്ട്. ഇനി ഇത് എല്ലാം കൂടി സെലക്ട് ചെയ്ത് ഇതുണ്ട് വർക്കിംഗ് പോയിന്റ്സ് എല്ലാം മീറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, ഈ രീതിയിൽ വേണം നമ്മൾ മെമ്പർ പ്ലേസ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഇനി പൊസിഷൻ നോക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞു ബീം ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ മിഡിലൂടെയാണ് ഡിസൈൻ പ്രകാരം പാസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി മിഡിലൂടെയാണ് വർക്കിംഗ് പോയിന്റ് ലൈൻ പാസ് ചെയ്യുന്നത്. അത് ആദ്യത്തെ ഓപ്ഷൻ മിഡിൽ കിടക്കുന്നു. ഇനി എലിവേഷനിൽ നോക്കാം. ഗ്രിഡ് 1 എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ എലിവേഷനിൽ ബീമിൻ്റെ ടോപ്പിൽ വേണം വർക്കിംഗ് പോയിന്റ് ലൈൻ. അത് ബീമിൻ്റെ ടോപ്പ് ഫ്ലോർ ലെവലിൽ നിൽക്കണം. ഇത് ഓൾറെഡി ഇത് നോക്കിയാൽ ബീമിൻ്റെ ടോപ്പാണ് ഫ്ലോർ ലെവൽ. ഇതുണ്ട് ഫ്ലോർ ലെവലിൽ നിൽക്കുന്നത് ബീമിൻ്റെ ടോപ്പ് തന്നെ. അതായത് മൂന്നാമത്തെ ഓപ്ഷൻ മിഡിലല്ല, ബിഹൈൻഡായി. കോളത്തിൽ മിഡിലായിരുന്നു, ബീമിന് ഓട്ടോമാറ്റിക്കലി ബിഹൈൻഡ് എന്ന് പറഞ്ഞ് വന്നു. ഇതിപ്പോൾ പൊസിഷൻ ഓട്ടോമാറ്റിക്കലി വന്നു കോളവും ബീമും. എന്നാലും ഞാൻ ഇത് പൊസിഷനെ കുറിച്ച് കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ബ്രേസിങ്സ് പ്ലേസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഹൊറിസോണ്ടൽ വെർട്ടിക്കലൊക്കെ ബ്രേസിംഗ് പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ പൊസിഷൻ ഇവിടെ വാല്യൂസിലൊക്കെ ഇട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരരുത്. അപ്പോൾ അതാണ് ഇപ്പോഴേ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകുന്നത്. ഇനിയിപ്പോൾ എല്ലാ ഫ്ലോറിലും നമുക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 10.625 നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി ഇവിടെ സെക്ഷൻ B, എല്ലാ ബീമിൻ്റെ പ്രൊഫൈൽ നോക്കണം. സെയിം ആയതുകൊണ്ടാണ് നമ്മൾ സെയിം പ്രൊഫൈൽ തന്നെ വെച്ചത്, ഇല്ലെങ്കിൽ നമ്മൾ മാറ്റേണ്ടി വരും. സെക്ഷൻ Cയിലും സെയിം പ്രൊഫൈൽ തന്നെ. അതൊന്നില്ലെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യാം. ഇനി കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാ ബീമും നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ബീമൊക്കെ സെലക്ട് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കോപ്പി ചെയ്യാം. കോപ്പി സ്പെഷ്യൽ ലീനിയർ. ഇത് മേളിലോട്ടല്ലേ മൂവ് ചെയ്യേണ്ടത്, നമുക്ക് മേളിലോട്ട് കോപ്പി ചെയ്യണം, മേളിലോട്ട്. അപ്പോൾ Z നമുക്ക് വേണമെങ്കിൽ 2000 ആണ് എബവ് വരുന്നത്, 2000 എന്ന് കൊടുക്കാം. ഇവിടെ 2000 കൊടുത്ത് വരാം. അതല്ലെന്നുണ്ടെങ്കിൽ എലിവേഷനിൽ പോവാം. ഇവിടെ കോപ്പി നമ്മൾ കൊടുത്തു. ഇപ്പോൾ ബോട്ടം ലെഫ്റ്റിൽ എന്താ പറയുന്നത്, പിക്ക് 2 പോയിൻറ്റ്സ്. അപ്പോൾ 2 പോയിൻറ്റ്സ് കൊടുക്കാൻ ഇവിടെ സ്റ്റാർട്ട് പോയിൻ്റ് കൊടുത്തു, ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഇപ്പോൾ പോയിൻറ്റ് കോപ്പി ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, കോപ്പി പിക്ക് ദ ഒറിജിൻ ഫോർ കോപ്പിങ്. അപ്പോൾ ഒറിജിൻ എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് പിക്ക് ചെയ്തു. പിന്നെ പറയുന്നത് എന്താ, പിക്ക് ദ ഡെസ്റ്റിനേഷൻ പോയിൻറ്റ്. അപ്പോൾ എവിടെ നമുക്ക് പിക്ക് ചെയ്ത് വെക്കേണ്ടത്, നേരെ ഇവിടെ കൊണ്ടുവന്ന് പിക്ക് ചെയ്തു. ഡു നോട്ട് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യൂ ഗ്രിഡ് 1-ൽ, കാരണം അപ്പുറത്തെ ബീം എല്ലാം കൂടി കോപ്പി ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്താൽ ആ വ്യൂവിലിരിക്കുന്ന എല്ലാ ബീമും കൂടി ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ അതാണ് ഡു നോട്ട് എക്സ്പാൻഡ് കൊടുക്കണം. ഇല്ലെങ്കിൽ എല്ലാ എലിവേഷൻ, ഇപ്പോൾ ഈ എലിവേഷൻ എന്ന് വെച്ചാൽ ഗ്രിഡ് 1 ഇതുണ്ടോ, ഇത്രേ ഉള്ളൂ. നമ്മൾ ബാക്കി ഇപ്പുറത്ത് കാണുന്ന എല്ലാ ബീമും കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ബീമും കൂടി ഉള്ളതുകൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്യട്ടെ, ഈ ബീമും കൂടി ഈ വ്യൂവിൽ കാണിക്കട്ടെ എന്നാണ്. കാണിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന കോളവും ബീമും എല്ലാം കൂടി ഗ്രിഡ് 1-ൽ വരും. അങ്ങനെ വരരുത്. നമ്മൾ കൺട്രോൾ P ഞെക്കുക. ഇനി ഇത് തന്നെ മേളിലോട്ടേക്ക് ഒന്നും കൂടി കോപ്പി ചെയ്യണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ഇത് തന്നെ കോപ്പി ചെയ്തു, സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, കോപ്പി. ഇപ്പോൾ ബോട്ടം ലെഫ്റ്റിൽ ഒറിജിൻ എന്ന് പറയുമ്പോൾ ഇവിടെ പിക്ക് ചെയ്തു, ഡെസ്റ്റിനേഷൻ പോയിൻറ്റ് ഞാനിവിടെ കൊടുത്തു, ഡു നോട്ട് എക്സ്പാൻഡ് കൊടുത്തു. ഇനി ഈ പ്ലാൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 14 ഏറ്റവും ടോപ്പിലത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഡിസൈൻ ഡ്രോയിങ്ങിൽ സെക്ഷൻ ഡിയിൽ പക്ഷേ ബീമിൻ്റെ സൈസ് മാറുന്നുണ്ട്, അഡീഷണൽ ഒരു ബീമും കൂടി വരുന്നുണ്ട്. അപ്പോൾ ടെക്ലയിൽ നമ്മൾ അതേപോലെ പ്ലാൻ കൺട്രോൾ I 14165 പ്ലാൻ ഓപ്പൺ ചെയ്തു, കൺട്രോൾ 1-ൽ ഇട്ടു. അപ്പോൾ ഇവിടെ ഒരു ബീം നമ്മൾ പ്ലേസ് ചെയ്തതിൽ മിസ്സിംഗ് ഉണ്ട്. നമുക്ക് ആ ബീം കോപ്പി ചെയ്ത് നമുക്കത് കോപ്പി ചെയ്ത് വെക്കാം. നമുക്ക് ഇങ്ങനെ കോപ്പി സ്പെഷ്യൽ ലീനിയർ Z 2000 അല്ലേ, പ്ലസ് അല്ലെങ്കിൽ മൈനസ്, ഇത് പ്ലസ് ആയിരിക്കും. Z മേലോട്ടല്ലേ പോകുന്നത്, ഇവിടെ താഴെ നോക്കിയാൽ മതി, Z മേലോട്ടാണ് പോകുന്നത്. 2000 കൊടുക്കുക. 2000 അല്ല 1540 അല്ലേ വരുന്നത്, 1540 കോപ്പി. അപ്പോൾ അത് വന്ന് കിടക്കുന്നുണ്ടോ. പക്ഷേ ബീമിൻ്റെ സൈസ് മാറ്റമുണ്ട്. ഇവിടെ നോക്കിയാൽ ഡിസൈൻ ഡ്രോയിങ് നോക്കിയാൽ ഈ രണ്ട് ബീമും UC 203/203/46, പിന്നെ നടുക്ക് ഒരു പെർപെൻഡിക്കുലർ ബീമും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ബീമും സെലക്ട് ചെയ്യാം. ഇവിടെ പ്രോപ്പർട്ടിയിൽ മാറ്റുക, UB അല്ല UC. അപ്പോൾ നമുക്ക് ഇവിടെ UC ഇടാം, UC 203/203/46 ഡബിൾ ക്ലിക്ക് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. അപ്പോൾ അത് ചേഞ്ചായി.
203/203 46. ഇനി പെർപെൻഡിക്കുലർ കാണുന്ന ബീമും ആ സെയിം പ്രൊഫൈൽ തന്നെ. അപ്പോൾ ഇവിടെ ബീം എന്ന് പറഞ്ഞാൽ ഐക്കണെടുത്ത് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, ആ സെയിം പ്രൊഫൈൽ തന്നെ കോപ്പി ആയി വരും നെക്സ്റ്റ് തന്നെ. എന്നിട്ട് ഇവിടെ സെൻറ്റർ ടു ലെഫ്റ്റ് ടു റൈറ്റ്, ഹൊറിസോണ്ടൽ ബീം ലെഫ്റ്റ് ടു റൈറ്റ് പ്ലേസ് ചെയ്തു. ഇനി 3Dയിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുണ്ടോ, ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ബീം നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബീം എങ്ങനെ പ്ലേസ് ചെയ്യാം, ഡിസൈൻ ഡ്രോയിങ് പ്രകാരം എങ്ങനെ ബീം പ്ലേസ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ബീം പ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു ഓൾ.